മകരച്ചൊവ്വ എന്നാൽ മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വ, അതായത് ആദ്യത്തെ ചൊവ്വാഴ്ച. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളോടെ കൊണ്ടാടുന്ന അനുഷ്ഠാനമാണ് മകരച്ചൊവ്വ. മകരച്ചൊവ്വ ദിവസം മാതൃരൂപിണിയായ ഭദ്രകാളിക്ക് പൊങ്കാല അർപ്പിക്കുന്നത് വിശേഷപ്പെട്ട ഏറെ പ്രാധാന്യമുള്ള വഴിപാടാണ്. യുഗ്മരാശിയാണ് മകരം. അതിനാൽ ഭദ്രകാളി പ്രീതിക്കാണ് പ്രാധാന്യം. ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മകരച്ചൊവ്വ. ദീപാരാധനയ്ക്ക് ശേഷം പണ്ടാര അടുപ്പിൽ നിന്നും അഗ്നി പകർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ പൊങ്കാല അടുപ്പുകളും കത്തിത്തുടങ്ങും. ഭക്തർ സമർപ്പിക്കുന്ന പൊങ്കാല. പൊങ്കാല എന്നാൽ തിളയ്ക്കുക, തിളച്ചു പൊങ്ങുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഭക്തരുടെ ആത്മസമർപ്പണത്തിൻ്റെയും ഐശ്വര്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു. മൺകലം ഭൂമിയെയും അരി മനസ്സിലെ ഈശ്വര ചൈതന്യത്തെയും തിളച്ചുമറിയുന്നത് ദുഷ്ടചിന്തകളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഭഗവതിയുടെ കൃപാകടാക്ഷത്തിനായി ഭക്തർ ആത്മാർത്ഥമായി സമർപ്പിക്കുന്ന അനുഷ്ഠാനമാണ് പൊങ്കാല. പുത്തൻകലത്തിലെ പുത്തൻ നിവേദ്യം. ഒരു ഭക്തന് ആത്മസമർപ്പണത്തോടെ മാനസപൂജയിലൂടെ പൂർണ്ണ സന്തോഷത്തോടെ ഭഗവതിക്ക് നേരിട്ട് സ്വന്തമായി തയ്യാറാക്കുന്ന നിവേദ്യം സമർപ്പിക്കുവാൻ സാധിക്കുന്ന ഒരവസരമാണ് പൊങ്കാല. കേരളത്തിലാകമാനം ധർമ്മദൈവമായും കുലദൈവമായും കുടുംബ അഭിവൃദ്ധിക്കും ദേശ സംരക്ഷണത്തിനും രോഗദാരിദ്ര്യ നാശത്തിനും ആരാധിക്കപ്പെടുന്ന മാതൃദൈവ സങ്കല്പമാണ് ഭദ്രാഭഗവതി. ഭണ്ഡാര അടുപ്പിലെ നൈവേദ്യം തയ്യാറായി കഴിഞ്ഞ ശേഷം മേൽശാന്തി തീർത്ഥം തളിച്ച് ഭക്തരുടെ പൊങ്കാല നൈവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഭക്തർ ആത്മസമർപ്പണത്തോടെ പൊങ്കാല നൈവേദ്യവുമായി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് സർവ്വ ഐശ്വര്യത്തോടെ തങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങുന്നു. സർവം അംബാകടാക്ഷം.